സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ ടീകോമിന്റെ റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾക്ക് കൂടുതൽ തെളിവ്. പദ്ധതിയെ ടീകോം ഇൻവെസ്റ്റ്മെന്റ് പാതി വഴിയിലാക്കിയത് ഭൂമി വിൽപ്പനയിലെ തടസ്സങ്ങൾ വ്യക്തമായതോടെയാണ്. നിശ്ചിത ശതമാനം ഭൂമി ഫ്രീ ഹോൾഡ് വ്യവസ്ഥയിൽ സ്വന്തമായി ഭൂമി കച്ചവടമായിരുന്നു ലക്ഷ്യം. സമയബന്ധിതമായി പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ ടീകോം കമ്പനിയിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥ ഒഴിവാക്കിയതും കമ്പനിയുടെ സമ്മർദ്ദത്തിലായിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, നമുക്കറിയാം ഈ ചെയ്യാത്ത ജോലിക്കുള്ള കൂലി എന്നിങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. നിലവിലിപ്പോൾ സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? ദേവിക, സ്മാർട്ട് സിറ്റി പദ്ധതി പാതി വഴിയിൽ നിലച്ച ഒരു പശ്ചാത്തലത്തിൽ പോലും അത്തരത്തിൽ അതിന് വീഴ്ച വരുത്തി അല്ലെങ്കിൽ കൃത്യമായി ആ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടിയിരുന്ന ടീകോമിനെതിരെ ഏതെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു സമീപനത്തിലേക്ക് പോകുന്നു സംസ്ഥാന സർക്കാർ എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതിൽ വലിയൊരു ഒളിച്ചുകളി നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ടീകോമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ടീകോമിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെയാണ് 2014 CAG റിപ്പോർട്ടിൽ തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതാണ്ട് 200 ഏക്കറോളം ഭൂമി അധികമായിട്ടാണ്, ആവശ്യമുള്ളതിനേക്കാൾ 100 ഏക്കറോളം ഭൂമി അധികമായിട്ടാണ് ടീകോമിന് നൽകിയത്. യഥാർത്ഥത്തിൽ ടീകോം വിഭാവന ചെയ്തിരിക്കുന്ന പദ്ധതി അനുസരിച്ച് അത്രയധികം ഭൂമി നൽകേണ്ടതില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന തൊഴിലവസരങ്ങൾ നൽകാനോ അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമുള്ള ബിൽഡിംഗ് സമുച്ചയങ്ങൾ പണിതുയർത്തി അവിടെ IT സ്ഥാപനങ്ങൾ ആരംഭിച്ച് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകാനോ ഒന്നും തന്നെ ടീകോമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞില്ല. മാത്രമല്ല, തങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ നടക്കില്ല എന്ന് വ്യക്തമായതോടുകൂടി തന്നെ ടീകോമിനും അവരുടെ മാതൃ കമ്പനിക്കും എല്ലാം തന്നെ ഈ പദ്ധതിയിലുള്ള ഒരു താല്പര്യം തുടക്കം മുതൽ തന്നെ നഷ്ടമായിരുന്നു. കാരണം അവർ ഉദ്ദേശിച്ചത് ഭൂമി വിൽപ്പന, തങ്ങൾക്ക് പൂർണ്ണ അധികാരത്തോടെ നൽകുന്ന ഭൂമി അത് വിൽപ്പന നടത്തുക, മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുക എന്നതെല്ലാം തന്നെയായിരുന്നു. കൃത്യമായി തന്നെ ഇതിൽ പങ്കാളികളായ ചില ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യങ്ങളും അത് തന്നെയായിരുന്നു. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ചില ഉദ്യോഗസ്ഥരും നോട്ടമിട്ടത് അതിലൂടെ ഉണ്ടാക്കുന്ന ലാഭവിഹിതത്തിന്റെ കണക്കുകൾ തന്നെയായിരുന്നു. അത് ഫ്ളാറ്റ് സംഘത്തിന് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്ന വലിയ ടീമുകൾക്ക് കൈമാറുക, അതിനുശേഷം അതിന്റെ വിഹിതം അല്ലെങ്കിൽ കമ്മീഷൻ തുകയായി വലിയൊരു തുക ലഭ്യമാക്കുന്ന രീതിയിലേക്ക് പദ്ധതിയെ എത്തിക്കുക എന്നത് തന്നെയായിരുന്നു പ്രധാനമായും അവർ ഉദ്ദേശിച്ചത്. എന്നാൽ ഈ പദ്ധതി ആരംഭിച്ച് വർഷങ്ങൾക്ക് ഇപ്പുറവും ഏതാണ്ട് 10 വർഷം പൂർത്തിയായിരിക്കും. 10 വർഷത്തിന് ശേഷം 13ാം വർഷത്തിലേക്ക് കടക്കുന്നു. 10 വർഷത്തിന് ശേഷം തന്നെ നടപടികൾ ശക്തമായി തന്നെ എടുക്കാമായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് മാത്രം ഏതാനും സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണിത് ബാക്കി മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളിൽ യാതൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരുന്നില്ല. ഇക്കാര്യങ്ങൾ CAG റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല, അന്വേഷണ സംഘവും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. 88% ഭൂമി പാട്ടത്തിനും 12% ഭൂമി ഫ്രീ ഹോൾഡായി ലഭിച്ചാൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നത് തന്നെയായിരുന്നു ടീകോം കരുതിയത്. എന്നാൽ വലിയ എതിർപ്പുകൾ ഉണ്ടാകുമെന്ന ഘട്ടത്തിൽ അത് സെസ്സായി പ്രത്യേക സാമ്പത്തിക മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി ടീകോമിന്റെ താല്പര്യങ്ങൾക്ക് തിരിച്ചടിയേറ്റു. റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ നടക്കില്ല എന്ന് വ്യക്തമാവുകയും ചെയ്തു. എന്നാൽ മറ്റ് പല സ്ഥലത്തും ഇപ്പോൾ ടീകോം അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ലോകമാകെ ബാധിച്ച കൊറോണ വൈറസിനെ തുടർന്നുള്ള വലിയ പ്രതിസന്ധി തങ്ങളെ നേരിട്ടു. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന ഒരു കാരണമാണ് സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും തന്നെ ഉൾക്കൊള്ളുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരുടെ വീഴ്ചകളൊന്നും തന്നെ പരിശോധിക്കാൻ സർക്കാർ തലത്തിൽ യാതൊരു തരത്തിലുള്ള നടപടിയുമില്ല. ദുബായ് ടീകോമിന്റെ മാതൃ കമ്പനിയായ ദുബായ് ഹോൾഡിംഗ്സിനും ഈ പദ്ധതിയെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് അപ്പുറം ഈ പദ്ധതി മുന്നോട്ട് പോകുന്നു എന്ന് വ്യക്തമായതോടുകൂടി ആ താല്പര്യം പൂർണ്ണമായും ഇല്ലാതാവുകയും അതിനെ തടയിടാനുള്ള അല്ലെങ്കിൽ പദ്ധതി പൂർണ്ണമായും തകർത്തുകൊണ്ട് നീങ്ങാനുള്ള ഒരു ശ്രമങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു, സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു ടീകോമിനും ഉണ്ടായിരുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.